നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജലജകുമാരി TG ആണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് ജലജകുമാരി TG ഉണ്ട്. നമസ്കാരം ശ്രീമതി ജലജകുമാരി. നമസ്കാരം. കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ആരോഗ്യ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ആരോഗ്യ മേഖലയില് നമ്മള് പാലിയേറ്റീവിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടത്തുന്ന ഒരു പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയില് ഹോമിയോ, ആയുർവേദ ഡിസ്പെൻസറികളിലെ മരുന്ന് വിതരണം, വൃദ്ധർക്ക് പ്രത്യേക പാക്കേജ്, ഇതൊക്കെയായിട്ടാണ് ചമ്പക്കുളം പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാർഷിക മേഖലയാണ്, നെൽകൃഷിയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? കാർഷിക മേഖലയിൽ നമ്മൾ നെൽവിത്തിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും നെൽവിത്തിന് നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാടശേഖരങ്ങൾക്ക് മോട്ടോർ വാങ്ങിച്ച് 9 പാടശേഖരങ്ങൾക്ക് നമ്മളിപ്പോ മോട്ടോർ വാങ്ങിച്ചു കൊടുത്ത് കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് നമ്മള് പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചക്കറി കൃഷി പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് നമ്മള് വനിതകൾക്ക് പച്ചക്കറി തൈകള്, അതുപോലെ തന്നെ അതിനുള്ള വളങ്ങള്, ഇടവിള കൃഷിക്കുള്ള കിഴങ്ങ് വർഗ്ഗങ്ങള്, അതേപോലെ തന്നെ നമ്മള് ഗ്രോ ബാഗുകള്, ചെടിച്ചട്ടികള് ഒക്കെ വിതരണം ചെയ്യാറുണ്ട്. പഞ്ചായത്ത് കൃഷിക്കാരോടൊപ്പം നിൽക്കുന്ന, കൃഷിക്കാരെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായിട്ടും 18 അംഗനവാടികളുണ്ട്. സ്മാർട്ട് അംഗനവാടികളാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന വികസന പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണമടക്കം നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. 18 അംഗൻവാടികളാണ് ഉള്ളത്. ഒരു അംഗൻവാടി ഇപ്പൊ നമ്മൾ സ്മാർട്ട് അംഗൻവാടി ആക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം അത് ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ പ്രഭാത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാ സ്കൂളുകൾക്കും നമ്മൾ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകൾക്കും പ്രഭാത ഭക്ഷണമുണ്ട്. സ്കൂളുകളുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മൾ പഞ്ചായത്തിൻ്റെതായ സ്കൂളുകൾ നവീകരണത്തിനും സ്മാർട്ട് ക്ലാസ് റൂം ചെയ്യുന്നതിനും സ്കൂളുകളുടെ മതിലുകൾ നിർമ്മിക്കുന്നതിനും നിരവധി പദ്ധതികളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയും വിദ്യാഭ്യാസ രംഗത്തിൽ ഊന്നൽ കൊടുക്കുന്നതിനുള്ള പദ്ധതികളാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിരവധി മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നതും നടത്തി വരുന്നതും. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക്, വയോജനങ്ങൾക്ക്, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ. അതെ, ഭിന്നശേഷി കലാമേള നടത്താറുണ്ട്. അവരെ വീട്ടിലിരിക്കുന്ന, നമ്മൾ ഒരു മുറിക്കകത്ത് തന്നെ ആയി അവരുടെ ജീവിതം കഴിയുന്ന ഭിന്നശേഷിക്കാർക്ക് നമ്മൾ ഭിന്നശേഷി കലാമേള നടത്തും. അവരെ നമ്മള് ഉല്ലാസ യാത്രകൾക്ക് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ കൊടുക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഇനിയുള്ള അവസരങ്ങളിൽ നമ്മൾ അത്തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വയോജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വയോജനങ്ങൾക്ക് 60 വയസ്സിന് മുകളിലുള്ള എല്ലാ വയോജനങ്ങൾക്കും നമ്മൾ കട്ടില് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി ആയുർവേദ മെഡിസിൻ വയോജനങ്ങൾക്ക് കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. വയോജന കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് എല്ലാ വാർഡിലും നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട്. എല്ലാ അംഗൻവാടി തലത്തിലും വയോജനങ്ങളെ കൂട്ടി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മൾ നൽകാറുണ്ട്.
തീർച്ചയായിട്ടും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഈ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയൊക്കെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ഡിജിറ്റൽ സാക്ഷരത നടപ്പിലാക്കി നമ്മൾ എല്ലാ വാർഡിലും നമ്മളുടെ ഉദ്യോഗസ്ഥരെയും അഭ്യസ്ത വിദ്യരായ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരെയും ഒക്കെ വെച്ച് നമ്മളുടെ എല്ലാ വാർഡിലും നമ്മൾ അവരെ സാക്ഷരരാക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ പോലെ തന്നെ അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഒരു പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള ഒരു ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കാർഷിക മേഖലയാണ്. കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നുണ്ടോ? വന്യജീവി ആക്രമണങ്ങൾ ഉള്ള ഒരു പഞ്ചായത്തല്ല, വനമേഖല അല്ലാത്തത് കൊണ്ട് തന്നെ വന്യജീവി ആക്രമണങ്ങളുടെ ഒരു കടന്നുകയറ്റം ചമ്പക്കുളം പഞ്ചായത്തില് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ കാട്ടുപന്നിയുടെ ശല്യം ഒരു പ്രാവശ്യം മാത്രം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ തിരുത്താനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. മാലിന്യ സംസ്കരണ രംഗത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? ഹരിത കർമ്മ സേനാംഗങ്ങൾ, MCF സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണത്തിൽ നല്ലൊരു പങ്കുവഹിക്കുന്ന പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. നമുക്ക് 26 ഹരിതകർമ്മ സേനാ അംഗങ്ങളാണുള്ളത്. 26 ഹരിതകർമ്മ സേനാംഗങ്ങൾ 13 വാർഡുകളിലായിട്ട് വിന്യസിച്ചിരിക്കുകയാണ്. 13 വാർഡിലും എല്ലാ വാർഡിലും നമ്മൾ മിനി MCFകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു വലിയ 2000 സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു MCF ആണ് നമുക്ക് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഹരിതകർമ്മ സേനയുടെ സേവനം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. നമുക്ക് അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ലീനിങ് പരിപാടികളൊക്കെ ചമ്പക്കുളം പഞ്ചായത്ത് നല്ല രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഹരിത ടൗൺ ആക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തന്നെ ഹരിത പഞ്ചായത്തായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളെല്ലാം ഹരിത സ്ഥാപനങ്ങളായി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമ്മൾ ജീബിന്നുകൾ നമ്മുടെ 18 അംഗനവാടികൾക്ക്, സ്കൂളുകൾക്ക്, നമ്മുടെ ഘടക സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ ജീബിന്നുകൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ ചമ്പക്കുളം പഞ്ചായത്ത് നടത്തി വരുന്നു. അതുപോലെ തന്നെ ചമ്പക്കുളം പഞ്ചായത്ത് ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ട MCFൽ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരു വണ്ടി അവരുടെ എടുത്തു വെക്കുന്ന മാലിന്യങ്ങള് MCFലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹരിത ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യമാണ് താമസം എന്ന് പറയുന്നത്. പാർപ്പിട പദ്ധതി എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? നമ്മുടെ ലൈഫിലും PMAവയിലും നിരവധി വീടുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥലമില്ലാത്ത ഗുണഭോക്താക്കൾക്ക് സ്ഥലം വാങ്ങി വീട് വെക്കുന്നതിന് ആവശ്യമായ നടപടി ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുഴുവൻ ലിസ്റ്റിലുള്ള മുഴുവൻ ആൾക്കാരെയും കൊണ്ട് നമ്മൾ എഗ്രിമെന്റ് വെപ്പിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. മുഴുവൻ പേർക്കും, വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ലൈഫിലും PMAവയിലും ഒന്നും ഇല്ലാത്ത ഗുണഭോക്താക്കളെ വേറെ സന്നദ്ധ പ്രവർത്തകരെ കണ്ട് നമ്മൾ അവരുമായി ചേർന്നുകൊണ്ട്, അത് മാതൃഭൂമി, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മൾ നിരവധി വീടുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗ്രാമീണ മേഖലയാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമമൊക്കെ രൂക്ഷമാകുന്ന പ്രദേശങ്ങളുണ്ടോ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് എങ്ങനെയാണ് ഇടപെട്ട് പരിഹരിക്കുന്നത്? കുടിവെള്ള പദ്ധതികൾ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ചമ്പക്കുളം പഞ്ചായത്ത്. വെള്ളം സർവത്ര, തുള്ളു കുടിക്കാൻ ഇല്ലത്രേ എന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ അധികാരമേറ്റത്.
പക്ഷെ നമ്മളൊരു 120ഓളം മഴവെള്ള സംഭരണികൾ A3യുമായി ചേർന്ന് നമുക്ക് 10,000 ലിറ്ററിന്റെ മഴവെള്ള സംഭരണികൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് ഏതാണ്ട് 1.5 കോടി രൂപയിൽ അധികം നമ്മൾ വിവിധ വാർഡുകളിലായി പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ട്യൂബ് വെല്ലുകൾ സ്ഥാപിച്ച് 9ാം വാർഡില് 12ാം വാർഡില് ട്യൂബ് വെല്ലുകൾ സ്ഥാപിച്ച് കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ കുടിവെള്ളം എല്ലാ ഭാഗത്തും എത്തിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കുടിവെള്ളം ഇപ്പൊ ഒരു തരത്തിലും എത്താൻ പറ്റാത്ത ഭാഗങ്ങളിൽ നമ്മൾ വണ്ടിയിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രസിഡന്റ് സൂചിപ്പിച്ചു, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജലാശയ സംരക്ഷണമൊക്കെ എത്രത്തോളമാണ് നടപ്പിലാക്കാൻ സാധിക്കുന്നത്? പൊതുജലാശയം നമ്മള് വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട പൊതുജലാശയങ്ങളിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ തോടുകൾ നമ്മൾ ആഴം കൂട്ടി പോളവാരി ജലാശയം നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മള് വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് ഒരു 3-4 തോടെടുത്ത് വൃത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നു. അതേപോലെ തന്നെ എല്ലാ തോടുകളും ആഴം കൂട്ടി പോളവാരി വൃത്തിയാക്കി നീരൊഴുക്ക് നന്നായി പോകുന്നതിനാവശ്യമായ നടപടികളൊക്കെ ചമ്പക്കുളം പഞ്ചായത്ത് നടത്തി വരുന്നു. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമീണ പ്രദേശമായിട്ടുള്ള ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനൊക്കെ തടയിടാൻ വേണ്ടി ലഹരി വിരുദ്ധ പദ്ധതികൾ എത്രത്തോളമാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? ലഹരിക്കെതിരെ വലിയ പദ്ധതികളാണ് ചമ്പക്കുളം പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. സ്കൂളുകളിലെല്ലാം അവർക്ക് ആവശ്യമായ ക്ലാസ്സുകൾ കൊടുക്കുക, അവർക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എക്സൈസും പോലീസുമായി ബന്ധപ്പെട്ട് എല്ലാ സ്കൂളുകളിലും അവർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ലഹരിക്കെതിരെ വലിയൊരു റാലിയും ദീപന്തലേക്കലുമൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ ആവശ്യമായ പദ്ധതികളുമായി ഒരു 10 വയസ്സിന് മുകളിലായിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യമായ ബോധവൽക്കരണ ക്ലാസുകൾ കൊടുക്കുന്നതിന് ചമ്പക്കുളം പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇപ്പോ നമ്മൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ലഹരിക്കെതിരെ പോരാടുന്നതിനുമായി സ്കൂൾ കുട്ടികൾക്കായി നമ്മൾ യോഗ ക്ലാസുകൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അത്തരത്തിലേക്കുള്ള പരിപാടികളൊക്കെ നമ്മൾ ആലോചിച്ചും ചെയ്തുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഗ്രാമീണ റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങൾ എത്രത്തോളമാണ് നവീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഗ്രാമീണ റോഡുകൾ ഒരു 99% ഗ്രാമീണ റോഡുകളും നമുക്ക് നന്നായി തന്നെ നവീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. വഴിവിളക്കുകളുടെ കാര്യത്തിൽ വഴിവിളക്കുകൾ നമുക്ക് മുഴുവൻ പ്രദേശത്തും വഴിവിളക്കുകളുടെ ഒരു 100% പ്രവൃത്തി ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോ നമുക്ക് സ്ട്രീറ്റ് മെയിൻ ഇല്ലാത്തതാണ് പ്രധാന കാരണം. വഴിവിളക്കുകൾ കത്തിക്കാൻ ഇലക്ട്രോണിക്സ് വഴിവിളക്കുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നു. അത് എത്രയും പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിച്ച് വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിനായി 30 ലക്ഷം രൂപ ഇപ്പോ നമ്മുടെ പ്രോജക്റ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഉടനെ ആ പ്രവൃത്തി ചെയ്യും. വഴിവിളക്കുകൾ മാത്രം നമുക്ക് മുഴുവൻ സ്ഥലത്തും ഒരേപോലെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പോരായ്മ തന്നെയാണ് ചമ്പക്കുളം പഞ്ചായത്തിൽ. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിൽ പിന്നാക്ക വിഭാഗക്കാർ താമസിക്കുന്നവരുണ്ടോ? അവർക്ക് വേണ്ട ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള സ്കോളർഷിപ്പുകൾ, ഗ്രാന്റുകളൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട എല്ലാ അഭ്യസ്തവിദ്യരായ പഠിക്കുന്ന കുട്ടികൾക്കും നമ്മൾ സ്കോളർഷിപ്പുകൾ നൽകാറുണ്ട്. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നന്നായി ഇടപെട്ടുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചമ്പക്കുളം പഞ്ചായത്ത് ചെയ്തു കൊടുക്കാറുണ്ട്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് കുടുംബശ്രീ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്? കുടുംബശ്രീ സംവിധാനം ഏറ്റവും മികച്ചതായി പോകുന്ന ഒരു പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരുപാട് ബോധവൽക്കരണ ക്ലാസുകൾ തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഉന്നമനത്തിനായി സംരംഭങ്ങൾ ചെയ്യുന്നതിന് ആവശ്യമായ
നടപടികൾ കുടുംബശ്രീ വഴി ചെയ്യാറുണ്ട്. കുടുംബശ്രീയിലൂടെ ഒരുപാട് സംരംഭങ്ങൾ ചെയ്യുന്ന വനിതകള് ചമ്പക്കുളം പഞ്ചായത്തില് ഉടനീളമുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ സഹായ സഹകരണങ്ങള് കൃഷിക്കാരായ വനിതകൾക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്ക് ആഴ്ചച്ചന്ത അല്ലെങ്കിൽ മാസത്തെ ചന്ത ചെയ്യുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. അത്തരത്തിലേക്ക് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീയോടൊപ്പം ചമ്പക്കുളം പഞ്ചായത്തിനോടൊപ്പം തന്നെ നിന്നാണ് കുടുംബശ്രീ പ്രവർത്തിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാകുമ്പോൾ ഈ മഴക്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള വെള്ളക്കെട്ടൊക്കെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് ഇത്തരത്തിലുള്ള കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്? എല്ലാ വാർഡും ഒരുപോലെയല്ല. എന്നാൽ മഴ പെയ്യുമ്പോൾ വെള്ളത്താൽ കൃഷിയില്ലാത്ത, പൊതുവെ കൃഷിയുള്ള പാടശേഖരങ്ങളുടെ ചിറയിൽ താമസിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ മഴ രൂക്ഷമായി കഴിയുമ്പോൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് നിന്ന് നമ്മൾ സ്കൂളുകളിലേക്ക് ആൾക്കാരെ മാറ്റി പാർപ്പിക്കാറുണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികളൊക്കെ പഞ്ചായത്ത് സ്വീകരിക്കാറുണ്ട്. ഒരു കാരണവശാലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ അവരെ മാറ്റി പാർപ്പിച്ച് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പഞ്ചായത്ത് ശ്രദ്ധിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? ഈ വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടത്തി വരുന്നത്? വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. വെല്ലുവിളികളില്ലാതെ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷെ എന്ത് വെല്ലുവിളികൾ ഉണ്ടായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം തരാനുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ നേർ വഴിയിൽ പോകാനായിട്ട് നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. വെല്ലുവിളികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ ഒരു സഹായം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഒപ്പം എന്നും പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജാതി മത കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ മാതൃകാപരമായിട്ടുള്ള കൂട്ടായ പരിശ്രമം തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ടൂറിസം സാധ്യത ഉള്ള ഒരു പ്രദേശമാണോ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്? ടൂറിസം സാധ്യതകൾ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ടൂറിസത്തിൽ മാത്രം ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന് ഇതുവരെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ടൂറിസം സാധ്യത ഏറെയുള്ള ഒരു പഞ്ചായത്താണ്. ഗവൺമെന്റിന്റെ ഒരു ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കെട്ടിടം തന്നെ നമ്മുടെ 1-ാം വാർഡിൽ ഉണ്ട്. അത് റെഡിയാക്കി ടൂറിസത്തിലേക്ക് എത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ചായത്താണ്. എന്നാൽ കുടുംബശ്രീ ടൂറിസവുമായി ബന്ധപ്പെട്ട് കുറെ അധികം പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് കേരളോത്സവം പോലുള്ള സാംസ്കാരികമായിട്ടുള്ള പരിപാടികളൊക്കെ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നുണ്ടോ? കേരളോത്സവമൊക്കെ വളരെ വിപുലമായി തന്നെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് കേരളോത്സവം പോലുള്ള പരിപാടികൾ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നടത്താറുള്ളത്. ഒരാഴ്ചത്തെ വിപുലമായ പരിപാടികളിലൂടെ തന്നെയാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നടപ്പിലാക്കാറുള്ളത്. മുഴുവൻ ആൾക്കാരെയും പങ്കെടുപ്പിച്ച് തന്നെയാണ് കേരളോത്സവം നടത്താറുള്ളത്. തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, വയോജനങ്ങൾക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. വയോജന സംഗമം അടക്കം നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതെ, വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പോകുന്ന പഞ്ചായത്താണ്. വയോജന അയൽക്കൂട്ടങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ നിന്നിറങ്ങി അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വയോജന അയൽക്കൂട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് കട്ടിൽ, അവർക്ക് സഹായ ഉപകരണങ്ങൾ ഒക്കെ കൊടുക്കുന്നതിന് ചമ്പക്കുളം പഞ്ചായത്ത് ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. അവർക്ക് ആവശ്യമായ മരുന്നുകളായി, അവർക്ക് അവരുടെ ജീവിതശൈലി രോഗങ്ങൾക്കായാലും അവരുടെ നിത്യ മരുന്നുകൾക്കായാലും എല്ലാം, ആയുർവേദ, ഹോമിയോ, അലോപ്പതി മരുന്നുകൾക്കായാലും എല്ലാ തലത്തിലും അവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്.
തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? നിരവധി തൊഴിൽ സംരംഭങ്ങൾ, നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സമ്പ്രദായമാണ് തൊഴിലുറപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് തൊഴിലുറപ്പ് സംവിധാനങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? തൊഴിലുറപ്പ് സംവിധാനങ്ങൾ വളരെ വിപുലമായി നന്നായി തന്നെ നടന്നു പോകുന്ന ഒരു പഞ്ചായത്താണ്. ഏതാണ്ട് 500-ൽ പരം 100 ദിനം തൊഴിൽ കിട്ടിയ തൊഴിലാളികൾ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലുണ്ട്. വിവിധ ഭാഗങ്ങളിൽ പച്ചക്കറി കൃഷി നന്നായി ഗവൺമെന്റിന്റെ ഭാഗമായി തന്നെ നന്നായി പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ജീവനക്കാരാണ് നമുക്കുള്ളത്. നന്നായി തന്നെ തൊഴിലുറപ്പ് കൊണ്ട് പ്രയോജനം ലഭിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ള ഒരു പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനിയുള്ള ഭാവി വികസന പദ്ധതി നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് വലിയൊരു നമുക്ക് MCF മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് MCF ചെയ്യുന്നതിന് ആവശ്യമായ നടപടികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് സ്ഥലം അവൈലബിൾ ആയി വരുമ്പോൾ അത് അനുസരിച്ച് ഒരു വലിയ MCF ചെയ്യുന്നതിന് ആവശ്യമായ നടപടി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളുടെ വികസനം, ഇനിയും സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. വയോജനങ്ങൾക്ക് അവർക്ക് അവരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് ചമ്പക്കുളം പഞ്ചായത്തിന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ കൃഷി പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ എല്ലാ പാടശേഖരങ്ങളിലും നമുക്ക് 33 പാടശേഖരങ്ങളാണുള്ളത്. അത് മുഴുവൻ രണ്ടാം കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ കൃഷിക്കാർക്ക് ചെയ്തു കൊടുക്കുന്നതിന് ചമ്പക്കുളം പഞ്ചായത്തിന് അങ്ങനെ ഒരു പദ്ധതി തന്നെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ നാനാ തുറകളിൽ നമ്മുടെ എല്ലാ ആൾക്കാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു കളിസ്ഥലം ചെയ്യണം. അത് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതേപോലെ തന്നെ അംഗൻവാടികളെ മുഴുവൻ അംഗൻവാടികൾക്ക് സ്ഥലം വാങ്ങി അംഗൻവാടി നമുക്കിപ്പോ 10 അംഗൻവാടികൾക്ക് മാത്രമാണ് സ്വന്തമായി കെട്ടിടമുള്ളത്. അപ്പൊ മുഴുവൻ അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിലേക്ക് മുഴുവൻ നാനാ ഭാഗത്തുള്ള വികസന പ്രവർത്തനങ്ങളാണ് ചമ്പക്കുളം പഞ്ചായത്തിന്റെ എയിം. തീർച്ചയായിട്ടും നാനാഭാഗത്തുമുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അതിൽ കുട്ടികളുടെ കളിസ്ഥലം അടക്കം ഉൾപ്പെടുന്നുണ്ട്. കുട്ടികളെ അടക്കം മുൻനിരയിൽ നിർത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്, അല്ലേ? ഓക്കെ, അതെ. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിരിക്കുന്ന കുട്ടികളെ ഇത്തരത്തിൽ സ്പോർട്സിലേക്ക് അല്ലെങ്കിൽ വായനയിലേക്ക് ഒക്കെ കൊണ്ടുവരുന്നതിന് ആവശ്യമായ ലൈബ്രറികൾ ഉൾപ്പെടെ അല്ലെ അവർക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള പദ്ധതികള് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. ഇത്തരം മാതൃകാപരമായിട്ടുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ എത്രത്തോളമാണ് ലഭിക്കുന്നത്? ചമ്പക്കുളം പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയെക്കാളും നല്ല പിന്തുണ ഉള്ള ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഭരണസമിതി. നന്നായി ജനങ്ങളുടെ പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ത് ചെയ്താലും വിമർശനം നമുക്കറിയാം. വിമർശനം അത് ഒരു വശത്ത് കിടക്കും. പക്ഷെ എന്നിരുന്നാലും മാതൃകാപരമായി ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ നന്നായി ജനങ്ങളുടെ പിന്തുണ ആയിക്കൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്ത്, സ്ത്രീ ശാക്തീകരണ രംഗത്തൊക്കെ നിരവധി ആദരവും പുരസ്കാരവും അടക്കം ലഭിച്ച ഒരു പഞ്ചായത്താണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിന് കൈവരിക്കാൻ സാധിച്ചത്? കൂട്ടായ പ്രവർത്തനത്തിലൂടെ തന്നെയാണ് ചമ്പക്കുളം പഞ്ചായത്തിന് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള ആദരവുകളും ഒക്കെ വാങ്ങിക്കാൻ പറ്റിയത്. കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ തന്നെയാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്കാണ് പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകുന്നത്. കാർഷിക മേഖലയിലാണ് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കർഷകരെ ആദരിക്കുന്ന അടക്കമുള്ള പരിപാടികളൊക്കെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. കാർഷിക മേഖലയെ തന്നെയാണ് ഗ്രാമപഞ്ചായത്തിന് ഒരു ഊന്നൽ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കർഷകരില്ലെങ്കിൽ നമ്മളില്ല എന്നുള്ള ഒരു സങ്കല്പ ആണ് നമ്മുടെ മുന്നിലുള്ളത്. കർഷകരുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളുള്ളൂ.
കർഷകരില്ലെങ്കിൽ നമ്മളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭരണസമിതിയാണ് ചമ്പക്കുളം പഞ്ചായത്തിനുള്ളത്. അതുപോലെ തന്നെ നന്നായി ചെയ്യുന്ന കർഷകരെ ആദരിക്കുന്ന കാര്യത്തിലും ചമ്പക്കുളം പഞ്ചായത്ത് എല്ലാ വർഷവും കർഷകരെ ആദരിക്കുന്ന പദ്ധതികളൊക്കെ ഏർപ്പെടുത്തി കർഷകരെ എല്ലാ തരത്തിലും ഒരു 10-11 വിഭാഗം കർഷകരെ ആദരിക്കുന്നതിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നല്ല മത്സ്യ കർഷകരെ, ക്ഷീര കർഷകരെ, തെങ്ങ് കർഷകരെ, നെൽ കർഷകരെ, യുവ കർഷകരെ, വിദ്യാർത്ഥി കർഷകരെ, വനിതാ കർഷകരെ, അത്തരത്തിൽ മുഴുവൻ കർഷകരെയും, സമ്മിശ്ര കർഷകരെ, അങ്ങനെ മുഴുവൻ കർഷക സുഹൃത്തുക്കളെയും ആദരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ചമ്പക്കുളം പഞ്ചായത്ത് ചെയ്യുന്നു. തീർച്ചയായിട്ടും കാർഷിക മേഖല പോലെ തന്നെ ആരോഗ്യ മേഖലയിലും ഊന്നു നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പാലിയേറ്റീവ് പ്രവർത്തനം, അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകളടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റവും നന്നായി പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പാലിയേറ്റീവ് ഏറ്റവും നന്നായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകള് ഒക്കെ വലിയ അധികം ഗ്യാപ്പില്ലാതെ തന്നെ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നമ്മൾ ഓരോ മാസം നടത്താറുണ്ട്. എല്ലാ വാർഡുകളിലും മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്. ഓരോരോ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്. ആയുർവേദത്തിന്റെ ആണെങ്കിലും ഹോമിയോയുടെ ആണെങ്കിലും അലോപ്പതിയുടെ ആണെങ്കിലും ഒക്കെ മെഡിക്കൽ ക്യാമ്പുകൾ എല്ലാ വാർഡിലും നടത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് കൊടുക്കാനും ചമ്പക്കുളം പഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ അത്തരത്തിൽ ഒരു വലിയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പഞ്ചായത്താണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. അതെ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുള്ള ഒരു ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ ചമ്പക്കുളത്തിരിക്കുന്ന ഹോസ്പിറ്റൽ CHC ആണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. അത് ബ്ലോക്കിന് കീഴിലുള്ള ഹോസ്പിറ്റലാണ്. നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാ വാർഡിലും, 5 വാർഡിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി മാതൃകാപരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ജലജകുമാരി. നന്ദി, നമസ്കാരം.